ഇതെന്താ കൂത്ത്? ഹേയ്, ഇതെന്ത് കൂത്ത്? ഹൈ ചാക്യാരെ, നമ്മുടെ എ ഗ്രൂപ്പില് ആരൊക്കെയാ ഉള്ളത്? ഹൗ, അപ്പോ അങ്ങ് വടക്ക് കിട്ടിയിട്ടൊന്നും പഠിച്ചില്ല അല്ലേ? അല്ല, നമ്മുടെ കളിയുടെ കളി ഗ്രൂപ്പ് കളിച്ച് ഒരു വഴിക്കാക്കിയിട്ട് പിന്നെയും ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കണു. ഹൗ, ഇത് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പിന്റെ കാര്യല്ല എന്റെ ചാക്യാരെ. ബ്രസീലിൽ വരാൻ പോകണ ലോകകപ്പ് ഫുട്ബോളിലെ എ ഗ്രൂപ്പില് നിങ്ങൾ ഉദ്ദേശിച്ച എ അല്ലാട്ടോ. ബ്രസീലും മെക്സിക്കോയും കൂടാതെ വേറെ 2 ടീമും കൂടി ഉണ്ടല്ലോ. അതേതൊക്കെയാണ് എന്നാണ് കേട്ടോ ഇവിടെ ചോദിച്ചത്. എല്ലാവരും തെറ്റിദ്ധരിച്ചു ലേ. ഫുട്ബോൾ കളിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം ലേ? ഇവിടെ ഇപ്പോ എല്ലാവർക്കും ക്രിക്കറ്റ് അല്ലേ, ക്രിക്കറ്റ്. ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ കളി കണ്ട് ഇവിടെ ഒരു അമ്മാവന് ദഹനക്കേട് പിടിച്ചു. ഇരുന്നിരുന്ന് വിഷമിച്ച് ഗ്യാസും പിടിച്ചു. ഗ്യാസേ അപ്പോ അറിഞ്ഞില്ല അല്ലേ? ഗ്യാസിനും വില കൂട്ടിയിരിക്കണൂന്ന്. കൂട്ടിയിട്ടും പഠിച്ചില്ല അല്ലേ? കൂട്ടിക്കോളൂ. ഒടുവില് സ്വന്തം പാർട്ടിക്കാര് വരെ വിശ്വാസം കൊണ്ടുവന്നത് കാണേണ്ടി വന്നില്ലേ? സ്വന്തം പാർട്ടിക്കാർക്ക് അവിശ്വാസം വന്നാല് പ്രശ്നാണ് കേട്ടോ. അതങ്ങ് അപ്പുറത്തുള്ള ആഭ്യന്തരമായാലും ഇപ്പുറത്തുള്ള പ്രതിപക്ഷമായാലും ചൂലെടുക്കേണ്ടി വരും എന്നാണ് അച്ചുമാമൻ പറഞ്ഞിരിക്കണത് കേട്ടോ. അല്ല, ഇനി പറഞ്ഞു ഒടുവില് അച്ചുമാമൻ ശരിക്കും ചൂലെടുക്കുവോ? ഏതാ? ഹേയ്, ഇതെന്ത് കൂത്ത്?